നാഷണൽ സെൻട്രൽ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ഉദ്യോഗസ്ഥർ രാവിലെ 11 മണിയോടുകൂടിയാണ് സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയത്. അവർ അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് വ്യാപകമായ രീതിയിലുള്ള പരിശോധന നടത്തി. ആകെ ലഭിച്ചത് സെബാസ്റ്റ്യൻ്റെ അടുക്കള ഭാഗത്ത് നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു വാച്ചിൻ്റെ ഭാഗവും ഒരു ചെരുപ്പിൻ്റെ ഭാഗമാണ്. അത് ബിന്ദു പത്മനാഭന് സെബാസ്റ്റ്യന് ഈ റോസമ്മയ്ക്ക് അറിയാവുന്ന രീതി ഉണ്ട് എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരിശോധന നടത്തിയത്. റോസമ്മയുടെ വീടിൻ്റെ എതിർവശത്ത് പൂട്ടിക്കിടക്കുന്ന കോഴി ഫാമിലാണ് പരിശോധന നടത്തിയത്. ഈ റോസമ്മക്ക് ഏകദേശം കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. അതിനെല്ലാം റോസമ്മയുടെ ഈ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കണ്ടതാണ്. റോസമ്മയ്ക്ക് ഐഷയുമായിട്ടും ഒപ്പം തന്നെ സെബാസ്റ്റ്യനുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഐഷയെ മിസ്സായെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഐഷയുടെ ബോഡി ഇങ്ങോട്ടല്ലേ കോള് വന്നേ. ചേച്ചി ഐഷയ്ക്ക് എന്ത് സംഭവിച്ചാണെന്ന് ഒരറിവില്ല. അതും എനിക്കറിയത്തില്ല. സിന്ധു എന്നുള്ളൊരു യുവതിയെ തിരുവഴിയിൽ നിന്ന് കാണാതായിരുന്നു. അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് തങ്കപ്പന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഈ തിരുവിഴ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് തങ്കപ്പന്റെ വീട്. ആ ലെവൽ ക്രോസ് വരെ സിന്ധു വരുന്നതിനെ കണ്ടതിന്റെ ദൃക്സാക്ഷികളുണ്ട്. എന്ന് മാത്രമല്ല തങ്കപ്പനും സിന്ധുവുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണവുമുണ്ട്. സിന്ധുവിൻ്റെ അച്ഛൻ മരിക്കുന്ന മുമ്പ് തൊട്ടുള്ള അച്ഛനുമായിട്ടുള്ള സൗഹൃദമാണ് ആ വീടുമായിട്ട് ഉള്ളത്. സിന്ധുവായിട്ട് സൗഹൃദം എന്ന് വെച്ചാൽ പിന്നെ കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പാല് മേടിക്കും, ആ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജൈനമ്മയുടെ കേസിൽ ഒരു പക്ഷേ DNA പരിശോധനാ ഫലം അനുകൂലമാകും എന്നുണ്ടെങ്കിൽ ജൈനമ്മയുടെ കേസ് അന്വേഷണ സംഘത്തിന് തെളിയിക്കാനാകും. പക്ഷേ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ കൊന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. മറ്റ് 2 കേസുകളും, അതായത് സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്തുള്ള ഐഷയുടെയും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ്റെയും തിരോധാന കേസുകളിൽ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. ഇവരുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ 3 മാസത്തിന്റെ ബന്ധം. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ പരിചയപ്പെടുത്തുന്നത്. റോസം വഴിയാണ് പരിചയപ്പെടുത്തുന്നത്. അത് തീർത്തും പറയും ഞങ്ങൾ. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.